വേണമെങ്കിൽ ഡിവൈഎഫ്ഐയും CPM-ഉം ഇത് ക്ലീൻ ആക്കാൻ ഇറങ്ങുമെന്നത് എ റഹീമും മുതലുള്ള നേതാക്കൾ ഇങ്ങോട്ട് പറയുകയാണ്. ആ പറയാനുള്ള ഒരു അവസരം അവർക്ക് എങ്ങനെ കിട്ടി എന്നുള്ളത്, എങ്ങനെ കൊടുത്തു എന്നുള്ളതാണ് എന്റെ ചോദ്യം. എ റഹീമും കൂട്ടാളികളും കേരളത്തിലെ ആസ്പത്രിയും സ്കൂളും കേരളത്തിലെ ഖജനാവും ഒക്കെ നന്നാക്കാൻ മാതൃഭൂമി ലേഖകന് ഈ ഫോട്ടോ എടുത്ത് പ്രസിദ്ധീകരിക്കാൻ കഴിയാതെ നിങ്ങൾ ഒരു തോറ്റുപോയ CPM, എല്ലാ രംഗത്തും തോറ്റുപോയ ഒരു CPM-ന്റെ പ്രതിനിധിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് എടുത്ത് എന്നോട് ചോദ്യം ചോദിക്കേണ്ട ഗതികളിലേക്ക് എത്തിയത് മാതൃഭൂമിയെ കുറിച്ച് ഞാൻ താങ്കൾ തന്നെ പറഞ്ഞു തത്വത്തിൽ അംഗീകരിക്കുക അല്ലെങ്കിൽ ബ്രാഞ്ച് സെക്രട്ടറി ആവരുത്. ശ്രീ TP ജയചന്ദ്രൻ, ഇതിപ്പോൾ കേരളത്തിൽ ഇതുവരെ ഇടത് വലത് മുന്നണികളാണ് മാറി മാറി ഭരിച്ചിരുന്നത്. കേരളം നിങ്ങൾക്കൊരു അവസരം തന്നു. അത് തിരുവനന്തപുരത്തിന്റെ കോർപ്പറേഷന്റെ ചുമതല ഭരണമായിരുന്നു. നിനക്കിപ്പോ പ്രശ്നം എന്താണ്? പൊങ്കാല കഴിഞ്ഞു, 5 ദിവസമായി. ഇവിടെ തോറ്റുപോയ ഒരു CPM-ന്റെ കൗൺസിലർ ഇന്ന് ഫേസ്ബുക്കിലിട്ട ഒരു ദൃശ്യമുണ്ട്. ഞാൻ അതൊന്ന് കാണിച്ചിട്ട് ഞാൻ താങ്കളോട് ചോദ്യം ചോദിക്കാം. നഗരസഭയിൽ ആറ്റുകാൽ പൊങ്കാല കഴിഞ്ഞ് 5 ദിവസം പിന്നിടുകയാണ്. അപ്പൊ ഈ നഗരമാകെ വൃത്തിയാണെന്ന് അവകാശപ്പെടുന്ന നഗരസഭയുടെ അധികാരികൾ ഒന്ന് ശ്രദ്ധിക്കുക. ഇന്നലെ പലയിടത്തും ഇതേ കണക്ക് മാലിന്യങ്ങൾ കൂടി അവിടെ പൊങ്കാല കഴിഞ്ഞ് മാലിന്യങ്ങൾ നീക്കം ചെയ്തിട്ടില്ല. പൊങ്കാല കഴിഞ്ഞ 5-ാം നാൾ CPM-ന്റെ തോറ്റുപോയ ഒരു പ്രതിനിധി ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റാണ്. എങ്ങനെയാണ് ഇങ്ങനെ ഒരു അവസരം അവർക്ക് കിട്ടിയത്? മാതൃഭൂമിയുടെ ലേഖകന്മാർ ഇത് കണ്ടില്ലേ? എന്താ ഇത്ര പരിതാപകരമാണോ? തിരുവനന്തപുരം നഗരത്തിലെ മാതൃഭൂമിയുടെ ക്യാമറാമാനും ലേഖകന്മാരും ഒക്കെ ഇങ്ങനെ തോറ്റുപോയ ഒരു CPM-കാരൻ നേരത്തെ എടുത്തു വെച്ച ഒരു ചിത്രം എടുത്ത് പ്രസിദ്ധീകരിക്കേണ്ട ഗതികളിലാണോ മാതൃഭൂമിയെ പോലെ? നേരത്തെ എടുത്തു വെച്ച ചിത്രമാണോ എന്ന് എനിക്കറിയില്ല. മാതൃഭൂമി കൃത്യമായി തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇത്രയും വർഷങ്ങളായി പൊങ്കാല കഴിഞ്ഞാൽ രാത്രി 7 മണി 8 മണിയോടുകൂടി എല്ലാ ശുചീകരണ പ്രവർത്തനങ്ങളും പൂർത്തിയാകും. ഇത്തവണ അത് ഉണ്ടായിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ്. എന്നിട്ട് ഈ പറഞ്ഞത് ഇനി അവർ കൊണ്ടുപോയി ഇട്ടു എന്നാണ് താങ്കളുടെ ആരോപണമെങ്കിൽ അതിന് എനിക്ക് ഉത്തരവില്ല കേട്ടോ. അതെനിക്കറിയില്ല. അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ഞാൻ ആളല്ല. എന്തേ മാതൃഭൂമി ലേഖകന് ഈ ഫോട്ടോ എടുത്ത് പ്രസിദ്ധീകരിക്കാൻ കഴിയാതെ നിങ്ങൾ ഒരു തോറ്റുപോയ CPM, എല്ലാ രംഗത്തും തോറ്റുപോയ ഒരു CPM-ന്റെ പ്രതിനിധിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് എടുത്ത് എന്നോട് ചോദ്യം ചോദിക്കേണ്ട ഗതികളിലേക്ക് എത്തിയത് മാതൃഭൂമിയെ കുറിച്ച് ഞാൻ പരിതപിക്കണോ? പോയി ചത്തുടടാ. എന്റെ ജിൻഡോ ജോൺ അത്യാവശ്യം പഠിച്ച് കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു കോൺഗ്രസിന്റെ പാനലിസ്റ്റാണ്. അദ്ദേഹം പോലും ബബ്ബ അടിക്കുകയാണ്. എന്റെ നമ്പറായി എനിക്കുള്ളത് മേടിച്ചിട്ട് വരാം. ജിൻഡോ ജോൺ 2011 നിങ്ങളിപ്പോ ബബ പഠിക്കുന്നുണ്ടല്ലോ, 2011 കോൺഗ്രസ് പ്രിന്റ് ചെയ്തടിച്ച 64 പേജുള്ള ഒരു പ്രകടന പത്രിക ഇപ്പോഴും പബ്ലിക് മീഡിയയിൽ ലഭ്യമാണ്. ഒന്ന് ജിൻഡോ ജോൺ വായിച്ചു നോക്കുമോ നിങ്ങൾ ഇറങ്ങിപ്പോകുമ്പോൾ കേരളത്തിലെ അവസ്ഥ എന്താണെന്ന്? എന്തിനുള്ള പുറപ്പാടാണ്ടോ? 600 രൂപ പെൻഷൻ കൊടുക്കാൻ കഴിയാതെ 18 മാസം ഡ്യൂ ആയിട്ട് ഇറങ്ങിപ്പോയ നിങ്ങൾ KSRTC പൂട്ടാനായി എന്ന് പൊതുജന സമക്ഷം കരഞ്ഞു പറഞ്ഞ നിങ്ങൾ ഇന്ന് പറയുകയാണ് ഞങ്ങൾ സൗജന്യമായിട്ട് കൊടുക്കുമെന്ന്. എന്റെ കൊച്ചേട്ട നിങ്ങൾക്ക് വല്ലതും കൂടിയോ? 4 ആളെ കണ്ട അവന്റെ തലക്ക് ഭ്രാന്താണെന്ന് അറിയത്തില്ലേ? വെറുതെ തള്ളിയിട്ട് പോയതാ. ഇങ്ങനെ രാഹുൽ ഗാന്ധി ഇതേമാതിരി കുറെ മുദ്രാവാക്യങ്ങളും ജനങ്ങൾക്ക് പിന്തുണയും കൊടുത്തു. ഒറീസയിലെ ജനങ്ങൾ, ബീഹാറിലെ ജനങ്ങൾ, ഈ ജനങ്ങളൊക്കെ നിങ്ങൾ എവിടെയാ പുച്ഛിച്ച് തള്ളിയില്ലേ? ഹിമാചൽ പ്രദേശിൽ പറഞ്ഞു 300 യൂണിറ്റ് വൈദ്യുതി ഫ്രീ ആക്കും. ഒന്ന് സ്റ്റാറ്റിസ്റ്റിക്സ് പറയുമോ ജിൻഡോ ജോൺ? അത് നടപ്പിലായോ? സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്ന നാക്കെടുത്താന്നുണേ പറയൂ. സ്ത്രീകൾക്ക് പ്രതിമാസം 1500 രൂപ 23 ലക്ഷം സ്ത്രീകൾക്ക് കൊടുക്കുമെന്നാണ് നിങ്ങൾ ഹിമാചൽ പ്രദേശിൽ പറഞ്ഞത്. ജിൻഡോ ജോൺ 100 ദിവസം കൊണ്ട് 800 ദിവസം കഴിഞ്ഞു. ഒന്ന് സ്റ്റാറ്റിസ്റ്റിക്സ് പറയുമോ? ഉത്തരം പറ. തെലങ്കാനയിൽ നിങ്ങൾ പറഞ്ഞു റൈത്ത് ബസോര, കർഷകർക്ക് ഏക്കറിന് 1500 ബോണസ്, നെൽകർഷകർക്ക് 500 രൂപ ബോണസ് കൊടുത്തോ ജോണേ? നിങ്ങൾ പറഞ്ഞു മഹാലക്ഷ്മി 23 ലക്ഷത്തോളം സ്ത്രീകൾക്ക് ഗ്യാസിന് 500 രൂപ സബ്സിഡി, 2500 രൂപ പ്രതിമാസം. ഒന്നതിന്റെ സ്റ്റാറ്റിക്സ് പറയുമോ എന്നോട്? SLC പാസ്സായവന് 10,000 രൂപ ഫ്രീ ന്യൂനപക്ഷങ്ങൾക്ക്, +2 കഴിഞ്ഞവൻ 15,000 ഫ്രീ, ബിരുദം കഴിഞ്ഞവൻ 25,000 ഫ്രീ, PG കഴിഞ്ഞവർക്ക് 1 ലക്ഷം ഫ്രീ, MPhil-ഉം PhD-യും കഴിഞ്ഞവർക്ക് തെലങ്കാനയിൽ 100 ദിവസം കൊണ്ട് 5 ലക്ഷം രൂപ ഫ്രീ. ഒരാൾക്ക് കിട്ടിയോ ജിൻഡോ ജോൺ? ഒരാൾക്ക്? അച്ഛൻ പറഞ്ഞു ഇതിലും ഭേദം കട്ടപ്പാറയായി കക്കാൻ ഇറങ്ങുന്നതാണെന്ന്. 100 ദിവസമാണ് ചോദിച്ചത്, 800 ദിവസം കഴിഞ്ഞു. ഒരിക്കലും നടപ്പിലാക്കാൻ കഴിയാത്ത രാജ്യത്തെ ജനങ്ങൾക്ക് തെരഞ്ഞെടുപ്പിന്റെ മുമ്പിൽ അവരെ പൊള്ളയായ വാഗ്ദാനം നൽകി പറ്റിച്ചത് കൊണ്ട് തന്നെയാണ് നിങ്ങളുടെ നേതാക്കന്മാരെ പലരും മൂലക്കിടിക്കേണ്ടി വരുന്നത്. സ്വാഭാവികം. ഞാൻ താങ്കളോട് ചോദിച്ച ചോദ്യത്തിന് എന്തെങ്കിലും മറുപടി ഉണ്ടോ പൊങ്കാലയുമായി ബന്ധപ്പെട്ട? കിട്ടിയോ? അല്ല, ആ ഉത്തരം ഇല്ല. പൊങ്കാലയിലേക്ക് എനിക്ക് ഉത്തരം കിട്ടിയില്ല.
അതായത് പൊങ്കാല കഴിഞ്ഞ 3-3:30 ഇവിടെ നിന്ന് ആളുകൾ ഇവിടേക്ക് തിരുവനന്തപുരത്തേക്ക് എത്തിയ ആളുകൾ മടങ്ങിപ്പോകും. അത് കഴിഞ്ഞ് അന്ന് രാത്രിയോടുകൂടി സിറ്റി ക്ലീൻ ആണ്, അനന്തപുരി ക്ലീൻ ആണ്. ഞാൻ ഇവിടെ 8 വർഷമായി ജീവിക്കുന്നു, താമസിക്കുന്നു, ജോലി ചെയ്യുന്നു, എനിക്കറിയില്ലേ കണ്ടിട്ട്. പക്ഷെ ഇന്ന് അവിടെ ഇന്നത്തെ സ്ഥിതി അതല്ല. അത് എന്റെ മുമ്പിലുള്ള ബോധ്യമാണ്. അതിനെനിക്ക് CPM-നെ തോറ്റ പ്രതിനിധിയുടെ ഫേസ്ബുക്ക് വീഡിയോയുടെ ആവശ്യമില്ല. നിനക്കിതിന് മാസക്കൂലിയ ദിവസക്കൂലിയ മനസ്സിലായില്ല. ഞാൻ ആര്യോട് ചോദിച്ചത് ഇത്രയേ ഉള്ളൂ. ആര്യ സോറ്റ CPM-ന്റെ പ്രതിനിധിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ അതൊരു രാഷ്ട്രീയ ആരോപണമാണ്. ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ ആരെ പരാജയപ്പെടുത്തിയാണോ അധികാരത്തിൽ വന്നത്? നിങ്ങൾ ആരെ പരാജയപ്പെടുത്തിയാണോ അധികാരത്തിൽ വന്നത്? അവരൊരു രാഷ്ട്രീയ ആരോപണം ഉന്നയിക്കുകയാണ്. രാഷ്ട്രീയ ആരോപണം ഉന്നയിക്കുമ്പോൾ എനിക്കത് ചോദിച്ചുകൂടെ? ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയിൽ നിങ്ങൾ CPM-നെ പരാജയപ്പെടുത്തിയാണ് BJP-യുടെ കോർപ്പറേഷൻ, തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചത്. അതിനൊന്നും ഇല്ലേ? അപ്പോൾ അവരൊരു രാഷ്ട്രീയ ആരോപണം ഉന്നയിക്കുകയാണ്. ആ രാഷ്ട്രീയ ആരോപണത്തിന് എനിക്ക് മറുപടി തേടിക്കൂടെ? തീർച്ചയായിട്ടും ആര്യ അതിന്റെ രാഷ്ട്രീയ ആരോപണമാണ്. അന്നേ ദിവസം പുലർച്ചെ 2:12 ഒന്നെടുത്ത് നോക്കൂ VV രാജേഷിന്റെ FB പോസ്റ്റ്. ഇതേ ആര്യക്ക് എന്താ അത് കാണാതെ പോയത്? അതൊന്നും എനിക്കറിയാൻ മേല. അന്ന് രാത്രി തന്നെ ആ തിരുവനന്തപുരം നഗരം വൃത്തിയാക്കിയതിന്റെ, തന്റെ സഹപ്രവർത്തകരോടൊപ്പം ആക്കിയതിന്റെ ഇതേ ഫേസ്ബുക്ക് പോസ്റ്റ് അവിടെ ഇല്ലേ? ഞാൻ അത് നിങ്ങൾ രണ്ടിനെയും രാഷ്ട്രീയമായി കണ്ടോളൂ. VV രാജേഷിന്റെ പോസ്റ്റിനെയും ഇതിനെയും കണ്ടോളൂ. പകരം മാതൃഭൂമിയുടെ ഫോട്ടോഗ്രാഫറുടെ ഒരു എവിഡൻസ് ആയിട്ട് ആര്യ പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് കൂടുതൽ വിശ്വാസമാകുമായിരുന്നു. തോറ്റ ഒരു കൗൺസിലർ അദ്ദേഹത്തിന്റെ അധികാര നഷ്ടം മനോവിഭ്രാന്തി തീർക്കാൻ, എന്തൊക്കെയോ കരഞ്ഞു തീർക്കാൻ ഇടുന്ന പോസ്റ്റുകൾ എടുത്ത് അത് ആധികാരികമെന്ന മട്ടിൽ നമ്മൾ പ്രസിദ്ധീകരിക്കണമെന്ന് മാത്രമേ ഞാൻ ചോദിച്ചിട്ടുള്ളൂ. പകരം കേരളത്തിലെ മാധ്യമങ്ങൾ അടങ്ങിയിരിക്കുമോ ആര്യ BJP-യുടെ ഭാഗത്ത് ഒരു വീഴ്ച സംഭവിച്ചാൽ? നമ്മളെയാണല്ലോ മച്ചമ്പി. അല്ല, അടങ്ങിയിരിക്കുന്നില്ല എന്ന് മാത്രമല്ല, വേണമെങ്കിൽ DYFI-യും CPM-ഉം ഇത് ക്ലീൻ ആക്കാൻ ഇറങ്ങുമെന്നത് A. റഹീം മുതലുള്ള നേതാക്കൾ ഇങ്ങോട്ട് പറയുകയാണ്. ആ പറയാനുള്ള ഒരു അവസരം അവർക്ക് എങ്ങനെ കിട്ടി എന്നുള്ളത്, അങ്ങനെ എങ്ങനെ കൊടുത്തു എന്നുള്ളതാണ് എന്റെ ചോദ്യം. A. റഹീമും കൂട്ടാളികളും കേരളത്തിലെ ആസ്പത്രിയും സ്കൂളും കേരളത്തിലെ ഖജനാവും ഒക്കെ നന്നാക്കാൻ പറ. കേരളത്തിലുള്ള ഈ കഴിഞ്ഞ ബജറ്റിൽ ആകെ കടലാമ പരിചരണത്തിന് മാത്രമേ കേട്ടുള്ളൂ കേരളത്തിന്റെ പേര്. നമ്മുടെ പ്രതീക്ഷ പലതും ഉണ്ടായിരുന്നു, അതിൽ പ്രത്യേകിച്ച് എയിംസ് ആയിരുന്നു. അതുണ്ടായില്ല. ആ പ്രഖ്യാപനം പ്രതീക്ഷിക്കാമോ ഇത്തവണ? ആര്യ ഒരു മാധ്യമ പ്രവർത്തകയല്ലേ? എയിംസ് അനുവദിക്കണമെങ്കിൽ അതിന് സ്ഥലം കൊടുക്കണ്ടേ? എത്ര ഏക്കർ സ്ഥലം വേണം? കേരള ഗവൺമെന്റ് എവിടെയാണ് ആര്യ ഇതിന് സ്ഥലം അനുവദിച്ചിരിക്കുന്നത്? കോഴിക്കോട്ടെ, നിങ്ങൾ പറയുന്നത് കോഴിക്കോട്ടെ കിനാലൂർ എസ്റ്റേറ്റ് ആണോ? അതെ. 160 ഏക്കർ സ്ഥലത്ത് എയിംസ് വരുമെന്ന് ഏത് മാധ്യമ പാഠശാലയിലാണ് ആര്യ നിങ്ങൾ പഠിച്ചത്? എത്ര ഏക്കർ ഭൂമി വേണം? ആ ഭൂമി ഏറ്റെടുത്ത് കേരളം കൊടുത്തിട്ടുണ്ടോ? അല്ല, ആ ഭൂമി അവിടെ കിനാലൂരിൽ ആ സ്ഥലം ഞാൻ നേരിട്ട് പോയി കണ്ട സ്ഥലമാണ്. അവിടെ ഭൂമി ഏറ്റെടുത്ത കാര്യവും അത് കേന്ദ്ര സർക്കാരിന് സംസ്ഥാന സർക്കാർ കൃത്യമായി രേഖാമൂലമായി അറിയിച്ചിട്ടുണ്ട്. ചാടി എഴുന്നേറ്റ് പഞ്ചായത്ത് ഗ്രൗണ്ട് വഴി 2 റൗണ്ട് ഓടി ഒന്ന് പോടോ. ആ ഭൂമി അത് അവിടെ എയിംസ് വരില്ല എന്ന് തിരിച്ച് കേന്ദ്ര സർക്കാർ ഒരു നോട്ടിഫിക്കേഷൻ സംസ്ഥാന സർക്കാരിന് നൽകിയിട്ടുണ്ടോ? ഇല്ല. പിന്നെ എങ്ങനെയാണ് ഈ ഭൂമി അനുയോജ്യമല്ല എന്ന് സംസ്ഥാന സർക്കാർ തീരുമാനിച്ച് മറ്റേതെങ്കിലും ഭൂമി കണ്ടെത്തി നൽകണമെന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. എനിക്ക് മനസ്സിലാവുന്നില്ല ആര്യ എന്തിനാണ് ഇങ്ങനെ വികാരം കൊള്ളുന്നത്? ഇനിയെങ്കിലും ഈ തറ വേലയിളക്കി നിർത്തി അവനെ എന്റെ ജോലികൾ ചെയ്ത് ജീവിക്കാൻ നോക്കണേ. ആര്യയോട് എന്റെ ചോദ്യം ഡയറക്റ്റ് ആണ്. എത്ര ഏക്കർ ഭൂമി വേണം എയിംസ് അനുവദിക്കാൻ? ഞാൻ ജീവിക്കുന്ന കോഴിക്കോട്ടെ കിനാലൂർ എസ്റ്റേറ്റിൽ സംസ്ഥാന ഗവൺമെന്റിന്റെ കയ്യിൽ എത്ര ഭൂമിയുണ്ട്? ഒന്ന് ആര്യ ഉത്തരം പറയോ? അവിടെ 180 ഏക്കറിനടുത്ത് ഭൂമിയുണ്ട്. മനസ്സിലാവാൻ ചോദിക്കുകയാണ്. ഇപ്പം കോഴിക്കോടാണല്ലോ സംസ്ഥാന സർക്കാർ കണ്ടെത്തിയ സ്ഥലം. അവിടെ സ്ഥലം കണ്ടെത്തിയെന്ന് കേന്ദ്ര സർക്കാരിനെ അറിയിച്ചു. ആ സ്ഥലം പറ്റില്ല, അനുയോജ്യമല്ല എന്ന് തിരിച്ച് സംസ്ഥാന സർക്കാരിനെ കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുണ്ടോ? അങ്ങനെ അറിയിച്ചാൽ മാത്രമല്ലേ മറ്റേതെങ്കിലും സ്ഥലം വേണം. ഇപ്പോൾ ആലപ്പുഴയിലാണ് നിങ്ങളുടെ കേന്ദ്രമന്ത്രി താല്പര്യമെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് പറയുന്നില്ല. എന്റെ ചോദ്യം കേന്ദ്ര സർക്കാർ അറിയിച്ചോ? ജയചന്ദ്രൻ മാഷ് പറയുന്ന ഇക്കാര്യം സെൻട്രൽ ഗവൺമെന്റ് പറയുന്നില്ല. അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. നീയാണല്ലോ കോടതി. അതായത് കേരളം കണ്ടെത്തിക്കൊടുത്ത ഭൂമിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, അത് ഇൻ പ്രിൻസിപ്പിൾ ആണ്. അടുത്ത വർഷം അടുത്ത ഘട്ടത്തിൽ അത് പരിഗണിക്കാമെന്നുള്ള ഇതാണ്. പിന്നെ എന്താണ് പ്രശ്നം കോഴിക്കോട്ടെ ഭൂമിക്ക്? താങ്കൾ പറയൂ. ആര്യ വികാരം കൊള്ളല്ല. ഇൻ പ്രിൻസിപ്പിൾ എന്നതിന്റെ മലയാളം എന്താ ആര്യ? ഇൻ പ്രിൻസിപ്പിളിന്റെ മലയാളം എന്താണ് സാർ? താങ്കൾ പറയൂ. തത്വത്തിൽ അംഗീകരിക്കുന്നു. തത്വത്തിൽ അംഗീകരിച്ചു ആ ഭൂമി ഓക്കെ ആണെന്നാണോ? ആ ഭൂമി ഓക്കെ അല്ലെങ്കിൽ തത്വത്തിൽ അംഗീകരിക്കുമോ? എന്റെ സിമ്പിൾ ക്വസ്റ്റ്യൻ, ആ ഭൂമി ഓക്കെ അല്ലെങ്കിൽ തത്വത്തിൽ അംഗീകരിക്കുമോ? ഇൻ പ്രിൻസിപ്പിൾ താങ്കൾ തന്നെ പറഞ്ഞു തത്വത്തിൽ അംഗീകരിക്കുക എന്നതാണ് അതിന്റെ അർത്ഥം. നിങ്ങളുടെ മാതൃഭൂമിയുടെ ക്യാമറാമാനെയും റിപ്പോർട്ടറെയും എന്റെ കൂടെ കിനാലൂരിലേക്ക് അയക്കാമോ? ഞാൻ കിനാലൂരിലെ ഭൂമി ഏറ്റെടുത്ത കർഷകർക്ക് പണയം വെക്കാൻ പറ്റില്ല, പണം കിട്ടിയിട്ടില്ല, അതിന് തുക കിട്ടിയിട്ടില്ല, ആധാരം കൈമാറിയിട്ടില്ല. അത് തത്വത്തിൽ അംഗീകരിച്ചിരിക്കുന്നു. വിടുമോ നിങ്ങൾ എന്റെ മാതൃഭൂമിയുടെ
ലേഖകൻ എന്റെ കൂടെ. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. പോട്ടെ അമ്പിമോനെ പോട്ടറ സാറേ ഒന്നും വിചാരിക്കില്ലേ മക്കളെ മാമനോടൊന്നും തോന്നല്ലേ.